നമസ്കാരം. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് അതിശക്തമായ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശികയെ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മുഖ്യമന്ത്രിയുടെ പ്രത്യേക സന്ദേശം ലഭിച്ചിരുന്നു. ഇത് സർക്കാരിൻ്റെ തന്നെ സ്പാർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി വ്യക്തിപരമായി എല്ലാവർക്കും സന്ദേശം അയച്ചിരുന്നത് പോലെ ഈ സർക്കാരിൻ്റെ ഒരു പ്രചരണ ഉപാധിയായി ഈ സംവിധാനത്തിലൂടെ മുഖ്യമന്ത്രി തനിക്കുള്ള സന്ദേശം നൽകിയിരുന്നത്. ഏതായാലും ഇനി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കരുത് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പരമാവധി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ PR പരിപാടികൾ അവർ നടത്തുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു സംഭവം മാറുകയായിരുന്നു. ഇതിനെതിരെ അതിശക്തമായ വിമർശനവുമായി പ്രതിപക്ഷവും ജീവനക്കാരുടെ സംഘടനകളൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ മുഴുവൻ ആളുകളുടെയും വിശദാംശങ്ങൾ, അവരുടെ വ്യക്തിപരമായ വിശദാംശങ്ങളും ഫോൺ നമ്പരുമെല്ലാം എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ള സ്വാഭാവികമായൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ടായിരുന്നു. ഒരാളിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇത് പലരും ഇതിനെ കണക്കാക്കിയിരുന്നത്. ഈയിടെ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായ രണ്ടാമത്തെ തിരിച്ചടിയാണിത്. നേരത്തെ സർക്കാരിൻ്റെ നവകേരള സർവേ 20 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് DYFI പ്രവർത്തകരെ കൊണ്ട് സർക്കാരിനെ കുറിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സർവേ നടത്തിയ ഒരു ശ്രമവും അന്ന് ഹൈക്കോടതി തടഞ്ഞിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഈ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് പാർട്ടി കേഡറുകൾക്ക് കത്തയച്ചിരുന്നതും അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നും അന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് സർക്കാരിന് ഇപ്പോൾ ലഭിക്കുന്ന രണ്ടാമത്തെ വലിയ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി സംവിധാനങ്ങളിലൂടെ തങ്ങളുടെ PR പരിപാടി തുടരുകയായിരുന്നു സംസ്ഥാന സർക്കാർ. KSRTC ബസ്സുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ പടം വെച്ച സന്ദേശങ്ങൾ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എവിടെയെല്ലാം അവസരങ്ങളുണ്ടോ അവിടെയെല്ലാം തന്നെ ഈ PR പരിപാടി നടത്തുന്നതായിരുന്നു സർക്കാരിൻ്റെ രീതി. ഇപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവ കൈമാറിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ സന്ദേശം അയച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇപ്പോഴുണ്ടായ ഈ ഒരു ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഹൈക്കോടതി ഉത്തരവ് വലിയ തിരിച്ചടിയായി മാറുകയാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും അതുപോലെ ജീവനക്കാരുടെ സംഘടനകളൊക്കെ തന്നെ ഉന്നയിച്ച പരാതി വളരെ കൃത്യമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടായ ഈ ഒരു ഹൈക്കോടതിയുടെ നിലപാട് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പരമാവധി സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്യാം, അങ്ങനെ തങ്ങളുടെ പബ്ലിക് റിലേഷൻ പരിപാടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ PR സംഘം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നേരത്തെ മുഖ്യമന്ത്രിയുടെ PR സംഘവുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട അതിലെ അംഗങ്ങൾ രാജിവെച്ചിരുന്നു. ദേശാഭിമാനിയിൽ നേരത്തെ ന്യൂസ് റിപ്പോർട്ടർമാരായി ജോലി ചെയ്തിരുന്നവരാണ് രാജിവെച്ചത്. അവർ മുഖ്യമന്ത്രിയുടെ PR സംഘത്തിൻ്റെ തലവനായ MP നികേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് രാജിവെച്ച് പോയതെന്നൊക്കെ അന്ന് ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ അക്കാര്യം തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. എങ്കിൽ പോലും മുഖ്യമന്ത്രിയും തൻ്റെ PR സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരത്തെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ഒരു കനത്ത പ്രഹരം കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മേൽ പതിക്കുന്നത്.